പറവൂർ വഴിക്കുളങ്ങര അത്താണി റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികൾ നഗരസഭാ ചെയർമാൻ രമേഷ് ടിക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും കൂടുന്നു, ഒരു ദിവസം ഇരുന്നു, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് പിരിയുക പരസ്പരം കാണാനും സംസാരിക്കാനും പറ്റിയ ഒരു വേദിയാണ് നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികങ്ങളും അതോടൊപ്പം തന്നെ ഓണാഘോഷങ്ങളൊക്കെ. ഇവിടെ നമ്മൾ വയോജന ക്ലബ്ബുകളും എല്ലാവർക്കും ഇപ്പോൾ ആ ഒരു ദിവസം വരുമ്പോൾ സന്തോഷമാണ്. തുടങ്ങിയപ്പോൾ എല്ലാവരും വിദ്യാരചേട്ടൻ എന്നു വെച്ച് ഇത് വിജയിക്കും, മുരളിച്ചേട്ടനും എന്നോട് പറഞ്ഞു. പക്ഷെ എന്നാലും നമുക്ക് ഇതേവരെ നമുക്കൊരു കുഴപ്പമില്ലാണ്ട് പോകും. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും എല്ലായിടത്തും ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ വയോജനങ്ങൾക്കായിട്ടൊരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ചേക്കാണ്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. അതിനൊരു മന്ത്രിയായിട്ടുണ്ട്. ബാക്കിയുള്ള എന്തായാലും ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് നടക്കുന്നത്. അപ്പം എന്തായാലും നമുക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെയുള്ളൊരു ക്ഷേമം ഏർപ്പെടുത്തും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും വയസ്സായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. കൊച്ചുങ്ങൾ, ഞാൻ നേരത്തെ 2 പിള്ളേരെ വിളിച്ചാൽ നമുക്ക് ആ പിള്ളേരെങ്കിലും നമ്മുടെ സന്തോഷത്തിൽ പങ്കിട്ട്. ഇവിടെ ഭൂരിഭാഗവും ആ ഒരു ഏജിലുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ വീടുകളിൽ ഒറ്റപ്പെട്ടു പോവാണ് എല്ലാവരും. ഒരു സ്ഥലത്തും ഞങ്ങളിപ്പോൾ ഒരു നഗരസഭ ഒരു കണക്കെടുത്തപ്പോൾ 73% വീടുകളിലും വയസ്സായവരും വയസ്സായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സ് മാത്രമല്ല, ചെറുപ്പക്കാരും ഉണ്ട്. അവർ മാത്രമായിട്ട് ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ്. ആ കൊച്ചിൻ്റെ ഒരു കാര്യം നോക്കി നിൽക്കുന്നു, ബാക്കി മക്കളില്ല, അങ്ങനെ മക്കൾ പുറത്തേക്ക് പോയിക്കുന്നു, അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പം എല്ലാവരുടെയും ഒരു വികാരം. എന്ത് പരിപാടി എടുത്താലും അതിന് ആൾക്കാർ വരണത് വീട്ടിലിരിക്കുന്നില്ല. 2 സ്ഥലത്തേക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്നത്. റെസ്റ്റോറൻറ്റിലേക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. എവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിലും അവിടെയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ പറവൂരിൽ തന്നെ അവിടെ ഞങ്ങളെല്ലാവരെയും കൂടി ഒരു ഫംഗ്ഷൻ അവിടെ ഹോട്ടലിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അത്ഭുതം വരിച്ചു. എല്ലാവരും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് വീട്ടിൽ നിന്ന് മക്കളൊക്കെ ഒരുമിച്ച് വന്നേക്കാണ് ഉത്രാട സദ്യ ഉണ്ണാനായിട്ട്. വൃന്ദാവനം ഹോട്ടലിൽ. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ നിന്നപ്പോൾ ക്യൂ ആണ്. നമ്മുടെ വീട്ടിൽ ചെന്ന പോലെ എല്ലാവരും നിൽക്കണം. എല്ലാവരും പക്ഷേ കാറ്ററിങ്ങിലേക്ക് നമ്മളെ ആശ്രയിച്ചു പോയി. അത് പറഞ്ഞിട്ടല്ല, എല്ലാവരും അങ്ങനെയാണ്. ജീവിതം നമുക്ക് ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞു തന്നെ വീട്ടിൽ കൂടുന്നേക്കാളും സന്തോഷമായിട്ടാണ്. അവർ 4 ടേബിൾ ബുക്ക് ചെയ്തേക്കാണ്, 6 ചെയർ ബുക്ക് ചെയ്തിട്ട് അവരോട് പോയിരിക്കാൻ സമയം വന്നു. അവിടെ വന്ന് പക്ഷേ നമ്മുടെ ജീവിത രീതി മാറിപ്പോയി. എല്ലാവരും ആ ഒരു ജീവിതത്തിലേക്ക് വരികയാണ്. ആ ഒരു ദിവസം എല്ലാവരും ആഘോഷിക്കുകയാണ്. ഈ ഒരാഴ്ച നഗരസഭ ആഘോഷങ്ങൾ തുടക്കത്തിലേക്ക് സന്തോഷം. നമ്മുടെ വാർഡിലെ 3-4 പേരാണ് ഇത്തവണത്തെ നഗരസഭയുടെ ഓണാഘോഷം നിയന്ത്രിച്ചത്. സൂചിച്ചേരനും വിദ്യാർത്ഥിചേരനൊക്കെ ഫ്രണ്ടിൽ നിന്നിട്ടാണ്. നമ്മുടെ ഇവിടുത്തെ മാവേലിക്കാണ്. അതുകൊണ്ട് പറയട്ടെ, നമ്മുടെ ഇവിടുത്തെ അവനാണ് മാവേലി. 1ാം സമ്മാനം ഷെയർ ചെയ്തേക്കാണ്. ഒന്നൊരു കുടുംബശ്രീയിലെ ഒരു വനിത മാവേലിയായി. അപ്പോൾ 2 പേർക്കും ഷെയർ ചെയ്ത് അതിൻ്റെ സമ്മാനം കൊടുക്കണം. അപ്പം അതും നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ വാർഡിൽ നിന്ന് തന്നെ ഉള്ളതാണ്. അപ്പം അങ്ങനെ അവിടെ നടന്നു. നല്ല ഘോഷയാത്രയായിരുന്നു. പക്ഷേ പ്രതികൂലമായ സാഹചര്യം, മഴ പെയ്തെങ്കിലും വിദ്യാർത്ഥിയുടെ ഉച്ചയ്ക്ക് തന്നെ കാലത്തെ വിളിച്ച് വെച്ച് നടക്കുമെന്ന് ചോദിച്ചു. നടക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ പറയുക, എല്ലാം ലക്ഷക്കണക്കിന് രൂപ പൈസ ബുക്ക് ചെയ്ത് പുലികളി വരെ വന്നേക്കാണ്. അപ്പോൾ അവർക്കൊന്ന് വേഷമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പൈസ കൊടുക്കണം. എന്തായാലും നടത്താമെന്ന് വെച്ചു. പക്ഷെ തുടങ്ങാൻ പറ്റി. നമുക്ക് തുടങ്ങി ഒരു പകുതി വരെ എത്തിയപ്പോഴാണ് മഴ. ചെന്നാലും വളരെ ഭംഗിയായി തന്നെ നടത്താൻ പറ്റി. 7 ദിവസത്തോടെ പരിപാടി നടക്കണം. നമ്മുടെ ആളുകളൊക്കെ വരണം. നമുക്ക് ഇന്നലെ കരിന്തലക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരത്തെ ഏറ്റവും വലിയ ട്രൂപ്പായിരുന്നു. അവർ ഭയങ്കര അവർക്ക് ഒരു ദിവസം പോലും ഇല്ല വിദേശത്തൊക്കെ ഇട്ടാണ്. അവർ വന്ന് നല്ല പരിപാടിയാണ് അവതരിപ്പിച്ചത്. അവർ വന്ന് ഭയങ്കര ജനമായിരുന്നു ഇന്നലെ. ഇപ്പം ഇന്ന് വന്ന 100 കലാകാരന്മാരാണ് വരുന്നത്. ഹരിയാന, തെലുങ്കാന, മധ്യപ്രദേശ്, ജമ്മു കാശ്മീർ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് 100 പേര് വന്ന്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഫോക്ക് ഡാൻസൊക്കെ ഇപ്പം ഇതിലൊക്കെ ഗ്രൂപ്പ് ഡാൻസൊക്കെ ഇവരുടെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ. അവർ തനതായ ശൈലിയിൽ അവരിവിടെ നിന്ന് കളിക്കുക. അവരിപ്പോൾ 2:30 മണിയാകുമ്പോഴേക്കും പറവൂരിൽ എത്തിച്ചേരും. അപ്പോൾ അവർക്ക് താമസ സൗകര്യമൊക്കെ നമ്മൾ ഒരുക്കി കൊടുത്തേക്കാം. അപ്പോൾ ഈ 100 പേര് വന്ന് അവരുടെ മെനു ഒക്കെ ഭയങ്കരമാണ്. പച്ചമുളക് വരെ പറഞ്ഞേക്കാണ് അവർക്ക് കഴിക്കാൻ. അപ്പം അങ്ങനെ അവർ വന്ന് നമ്മൾ ആതിഥേയരാണ്. നമ്മൾ അവരെ സ്വീകരിച്ച് വരുമ്പോൾ നമ്മൾ അവരുടെ പരിപാടി കാണണം. അത് നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. പറവൂരിലൂടെ കിട്ടുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരിലെ ഭാരത് ഭവൻ ആണ് നമുക്കിവിടെ ഒരുക്കുന്നത്. ലക്ഷക്കണക്കിന് ചെലവാക്കി നമ്മുടെ ഇവിടെ പറവൂരിൽ എത്തിക്കുകയാണ്. അപ്പോൾ അത്
കാണണം. അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം. വെറുതെ വൈകുന്നേരം വീട്ടിൽ സീരിയൽ കാണണ്ട, സ്റ്റേജ് ഒക്കെ നടന്നൊന്ന് പുറത്തേക്ക് വന്ന് അവിടെ വേദിച്ചൊക്കെ നമ്മൾ ഇരിക്കണ്ട, വെറുതെ ഇടുന്ന തന്നെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടാക്കണം. വൈകുന്നേരം ആകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ എടുത്ത് നേരെ അവിടെ കൊണ്ടാക്കുക. എല്ലാ ദിവസവും കലാപരിപാടിയാണ്. മഴയൊക്കെ ഉണ്ടാവും, എന്നാലും ഈ അടച്ചിട്ട് റൂമിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ഇതുമില്ല. നമുക്ക് അവിടെ വന്ന് പരിപാടിയാണ്. നാളെ നമ്മുടെ അമൃതവർഷ കണ്ണൻ്റെ പരിപാടിയാണ്. കണ്ണൻജി നായൻ്റെ മോള് നല്ല നർത്തകിയാണ്. അവളൊരു പുതിയ ഒരു നൃത്ത രൂപം നാളെ മാരകോടി സുന്ദരേശൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നൃത്തരൂപം ആദ്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. അത് ബാലെ പോലെയാണ് അത്. അതിൻ്റെ പിറ്റേ ദിവസം കഴിഞ്ഞ തവണ ഫോക്ലോർ ഫെസ്റ്റ് നമ്മൾ പറവൂർ കൊണ്ടുവന്നതാണ്. കണ്ണൂർ ലാസ്യ കലാവേദി 17 കുട്ടികൾ. അപ്പോൾ അത് എല്ലാവരും ബാലയെന്നും പറഞ്ഞുകൊണ്ട് ആരും വന്നില്ല. ചുരുക്കം ഒരു 150 പേര് അന്ന് ആ വേദിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം നോക്കിയപ്പോൾ എല്ലാവരും ആ പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടി ഓടി കിടക്കുകയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നനഞ്ഞു പോകും. കർണൻ്റെ ആ ഗാന്ധാരി വിലാപമൊക്കെ കൃത്യമായ ഒരു പെൺകുട്ടി, ഒരു പാട്ട് പോലും ഇല്ല. അതാണ് അതിന് വ്യത്യാസം. അതത്ര കമ്മ്യൂണിക്കേഷനാണ് ആളുകളായിട്ട്, അത്ര നൃത്ത രൂപത്തോട്. ഞാനൊന്നും അത് കാണാൻ വേണ്ടി വന്നില്ല, വെറുതെ വന്നിരുന്നതാണ്. നമ്മൾ പെട്ടുപോയല്ലോ. മൈക്ക് സെറ്റുകാരൻ്റെ അവസ്ഥയായിരുന്നു. പരിപാടി നടത്തുമ്പോൾ ഫ്രണ്ടിൽ പോയി ഇരുന്നോ. അപ്പം അങ്ങനെ വന്ന് പെട്ടു. പക്ഷെ എനിക്ക് വരെ ആസ്വദിക്കാൻ പറ്റിയത്, നമുക്കൊരു നൃത്തത്തെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലെങ്കിലും അപ്പം അങ്ങനെ ഒരു നല്ല പരിപാടികളാണ്. ലാസ്റ്റ് ദിവസം തന്നെ വിവേകാനന്ദൻ, പിന്നണി ഗായകൻ വയലിനിസ്റ്റ് വിവേകാനന്ദൻ്റെ മെഗാ ഷോയാണ്. അവർ നല്ല 4 ലക്ഷം രൂപ ചെലവാക്കിയാണ് ആ പരിപാടി വരുന്നത്. സംസ്ഥാന സർക്കാരും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും നഗരസഭ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞുള്ളവരും നിരവധി പരിപാടികൾ. ഡിസംബറിൽ മുസ്ലിംസിൻ്റെ വലിയ ഫെസ്റ്റ് വരെയാണ്. പ്രശസ്ത നടന്മാരൊക്കെ പങ്കെടുക്കുന്ന വലിയ പരിപാടികളാണ്. അപ്പം അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നമ്മൾ ഒരുക്കുന്നത് നിങ്ങൾ വീട്ടിൽ കയറി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിന് സന്തോഷവും അതോടൊപ്പം തന്നെ ഇത് വെറുതെ ലില്ലി ടീച്ചറെ ആ ജവഹറിനെ കൊണ്ട് അങ്ങോട്ട് വനകൃഷി മാത്രം ചെയ്താൽ പോരാ. നമ്മുടെ അവാർഡ് കിട്ടിയ ആളാണ് നമ്മുടെ നഗരസഭയിൽ. ഞാൻ വരെ ഞെട്ടിപ്പോയി. ഇവിടെ സമ്മിശ്ര കൃഷിക്ക് നോമിനേഷൻ വന്നപ്പോൾ ഒരെണ്ണം ഈ വാടി നിന്നു. അപ്പം ഞാൻ ഒരു ഗോപിച്ചേട്ടൻ, സാധാരണ ഗോപിച്ചേട്ടൻ അവാർഡുണ്ട്, ഗോപിച്ചേട്ടനായിരിക്കും. അപ്പോഴാണ് ജവഹറേട്ടനാന്ന് പറഞ്ഞത്. അവിടെ നിങ്ങൾ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്, തേനീച്ച വരെ ഉണ്ട്. അപ്പം അത് നമ്മളറിയണ്ടേ, നമുക്ക് ഇതല്ല. അപ്പം അങ്ങനെ ഉള്ള നിരവധി ആൾക്കാരെ കാണാനും പരിചയപ്പെടാനുള്ളൊരു വലിയ വേദിയായിട്ട് നിങ്ങൾ ഈ ഓണത്തിനെ കാണണം. അപ്പോൾ സന്തോഷവും ദുഃഖവും എല്ലാം കൂടി നമുക്ക് നിങ്ങൾ വന്നൊരു ഓട്ടോറിക്ഷ എടുത്തു കഴിഞ്ഞാൽ പോയി കാണാവുന്ന സ്ഥലങ്ങളേ ഉള്ളൂ. അപ്പോൾ നിരവധി ടൂറിസം സാധ്യതയൊക്കെ പറവൂരിലേക്ക് വരികയാണ്. നമുക്ക് വലിയ ഒരു ബസ് ടെർമിനലൊക്കെ തൊട്ടടുത്ത് വരാൻ പോകും. അപ്പോൾ അങ്ങനെ അതിനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ നടക്കുകയാണ്. ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു മുഖ്യമന്ത്രി ഉള്ള കാരണം അങ്ങനെ ഒരു പ്രതീക്ഷയാണ്. പക്ഷെ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. എല്ലാവരുടെയും അനുവാദത്തോടെ ഈ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തെടുക്കുന്നു. രംഗനാഥ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ NK മുരളീധരൻ, AK സുകുമാരപിള്ള, വിദ്യാധരൻ P മേനോൻ, ബിന്ദു പ്രഭു തുടങ്ങിയവർ സംസാരിച്ചു.